കുറിച്ച് 3 മിനിറ്റുള്ള ഒരു ഡോക്യുമെന്ററി നമുക്കെല്ലാവർക്കും കാണാവുന്നതാണ്. ശ്രീ എം, ആത്മീയ ഗുരു, സാമൂഹ്യ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, എഴുത്തുകാരൻ, ആഗോള പ്രഭാഷകൻ. 1949 നവംബർ 6 തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. മുംതാസ് അലി ഖാൻ എന്നാണ് മാതാപിതാക്കൾ നൽകിയ പേര്. തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽ സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, ലയോള കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 9-ാം വയസ്സിൽ അജ്ഞാതനായ ഒരു ദിവ്യപുരുഷനിൽ നിന്ന് ആത്മീയ അനുഭവങ്ങൾ സിദ്ധിച്ചു. 19-ാം വയസ്സിൽ ആത്മീയ അന്വേഷണാർത്ഥം വീട് വിട്ടിറങ്ങി. ഏറെക്കാലത്തെ അലച്ചിലിനൊടുവിൽ ഹിമാലയത്തെത്തുകയും തന്റെ 9-ാം വയസ്സിൽ ദർശനം നൽകിയ അതേ ദിവ്യപുരുഷനെ മഹേശ്വർനാഥ് ബാബാജി എന്ന ഗുരുനാഥനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോടൊപ്പം 3.5 വർഷത്തോളം ജീവിക്കുകയും ക്രിയായോഗ ഉൾപ്പെടെയുള്ള ആത്മീയ മാർഗങ്ങളിൽ ദീക്ഷിതനാവുകയും ചെയ്തു. ഗുരുവിൽ നിന്നും അദ്ദേഹം പഠിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ ബോധാവസ്ഥയെ സമൂലമായി മാറ്റിമറിച്ചു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീ എം ഹിമാലയത്തിൽ നിന്ന് മടങ്ങി വിവാഹിതനായി. ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും രണ്ടല്ലെന്നും അതിനെ രണ്ടിനെയും തുല്യതയോടെ കൊണ്ടുപോകാൻ കഴിയുമെന്നും സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച അദ്ദേഹം തന്റെ 77-ാം വയസ്സിലും സജീവ കർമ്മോത്സുകനായി ലോകമെമ്പാടുമുള്ള ആത്മീയ അന്വേഷകർക്ക് വഴിയും വഴികാട്ടിയുമായി നിരന്തരം യാത്ര ചെയ്യുന്നു. ജാതിമത വർഗവർണ്ണ ദേശഭേദങ്ങൾക്കതീതമായി ആത്മീയതയുടെ പരിപോഷണത്തിനായി അദ്ദേഹം സത്സംഗ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. പ്രധാന മതങ്ങളിലെ ഉപദേശങ്ങളിൽ പ്രാവീണ്യം നേടി അദ്ദേഹം എല്ലാ മതങ്ങളുടെയും പുറംചട്ടകൾക്ക് അതീതമായി അതിന്റെ അകക്കാമ്പിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തു. ഓരോ മനുഷ്യനിലുമുള്ള സ്വാഭാവിക നന്മയെ വളർത്തിയെടുക്കുന്നതിലാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. മതവർഗ ഭൂമിശാസ്ത്ര സാംസ്കാരിക ആശയപരമായ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യരാശി ഒന്നാണെന്ന നിലപാടാണ് സത്സംഗ് ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. സമാധാനവും സൗഹാർദ്ദവും എന്ന സന്ദേശം വ്യാപിപ്പിക്കുന്നതിനായി 2015-16 കാലഘട്ടത്തിൽ ശ്രീ എം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ വാക്ക് ഓഫ് ഹോപ്പ് എന്ന യാത്ര നയിച്ചു. 15 മാസക്കാലം നീണ്ട ഈ യാത്ര 11 സംസ്ഥാനങ്ങളിലായി 7500 കിലോമീറ്റർ ദൂരം താണ്ടി 1 കോടിയിലധികം ജീവിതങ്ങളെ അടുത്തെറിഞ്ഞു. സത്സംഗ് ഫൗണ്ടേഷന്റെ കീഴിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ സാമൂഹിക വികസന പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി, ഉത്തർപ്രദേശിലെ ലാഥിര എന്നിവിടങ്ങളിൽ സൗജന്യ സ്കൂളുകളും ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ഫൗണ്ടേഷൻ നടത്തുന്നു. കൂടാതെ ട്രോമ കെയർ സെന്റർ, 2 ശസ്ത്രക്രിയാ തിയേറ്ററുകൾ, അമ്മയും കുഞ്ഞും ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ എന്നിവയോടെ സുസജ്ജമായ 50 കിടക്കകളുള്ള ഒരു ആശുപത്രിയും പ്രവർത്തിപ്പിക്കുന്നു. ഇവിടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. ശ്രീ എമ്മിന്റെ ആത്മകഥയായ അപ്രന്റിസ് ടു എ ഹിമാലയൻ മാസ്റ്റർ, എ യോഗീസ് ഓട്ടോബയോഗ്രഫി 2011 പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിന്റെ തുടർച്ചയായി ദ ജേർണി കണ്ടിന്യൂസ് 2017 പുറത്തിറങ്ങി. ഉപനിഷത്തുകൾ, ധ്യാനം എന്നിവയെക്കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളും ശൂന്യ എന്ന നോവലും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓൺ മെഡിറ്റേഷൻ, ഫൈൻഡിംഗ് ഇൻഫിനിറ്റ് ബ്ലിസ് ആൻഡ് പവർ വിതിൻ എന്ന പുസ്തകം പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. 2020 2 പുസ്തകങ്ങൾ പുറത്തിറങ്ങി.